നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. കേരളം സ്റ്റാർട്ടപ്പായി പർദീസയായി മാറിയെന്നും തുടർഭരണമാണ് ഇന്ന് കാണുന്ന നേട്ടങ്ങൾക്ക് കേരളത്തെ സഹായിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുബായ് സന്ദർശനത്തിനിടയിലെ പൊതുപരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. കിഫ്ബി മസാല ബോണ്ടിലെ ഇഡി നോട്ട് പരാമർശിക്കാതെ കിഫ്ബിയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞതായിരുന്നു പ്രസംഗം. സംസ്ഥാനത്തിന്റെ പശ്ചാത്തല അടിസ്ഥാന സൗകര്യത്തിന് 96,000 കോടി രൂപ കിഫ്ബി വഴിച്ചിലവിട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BLOമാരുടെ മരണം SIRലെ ജോലിഭാരം കൊണ്ടല്ലെന്നും SIRനെതിരായ ഹർജികൾ തള്ളണമെന്നും ആവശ്യപ്പെട്ട് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. SIR തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയെ അറിയിച്ചു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനപരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലായ രാഹുൽ ഈശ്വർ റിമാൻഡിൽ. ജാമ്യാപേക്ഷ തള്ളിയ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത്. രാഹുൽ ഈശ്വറിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റും. ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ഇത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്, കോടതി പറയുന്നത് പച്ചക്കള്ളമാണെന്നും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ജാമ്യ ഹർജി തള്ളിയതിനു ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് പോലീസ് വിലക്കിയെങ്കിലും ജീപ്പിൽ കയറ്റുന്നതിനിടെയാണ് രാഹുൽ ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് പ്രതികരിച്ചത്. രാഹുൽ ഈശ്വറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെയും കോടതി ഉത്തരവിന്റെയും വിശദാംശങ്ങൾ പുറത്ത്. രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങളടങ്ങുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. പരാതിക്കാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇയാളുടെ ലാപ്ടോപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാഹുൽ തയ്യാറാക്കിയ വീഡിയോകൾ പരാതിക്കാരിയെ അവമാനിക്കുന്ന തരത്തിലാണെന്നും പ്രതി സ്ഥിരമായി ഇത്തരം കാര്യം ചെയ്യുന്ന ആളാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. സമാന രീതിയിലുള്ള മറ്റ് കേസുകൾ പ്രതിക്കെതിരെ നിലവിലുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടിയത് ജാമ്യം ലഭിക്കാതിരിക്കാൻ ഗുണമായെന്ന് വ്യക്തമാക്കുന്നു. പരാതിക്കാരിയുടെ പേരോ ചിത്രമോ താൻ പുറത്തുവിട്ടില്ലെന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ സന്ദീപ് വാര്യർ. ഇത്തരം പ്രവണതകൾക്ക് കൂട്ടുനിന്നിട്ടില്ല. കോടതി പറയുന്ന ഏത് ഉപാധിയും അംഗീകരിക്കുകയും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ജാമ്യ ഹർജിയിൽ സന്ദീപ് വാര്യർ പറഞ്ഞു. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന കേസിലാണ് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ പിന്തുണച്ച് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ. ആ പയ്യൻ വ്യക്തമായ തെളിവുകളില്ലാതെ ഒരു കാരണവശാലും ഇത്രയും വലിയ പ്രശ്നത്തിൽ ഇടപെടില്ലെന്നാണ് സത്യഭാമ ജൂനിയർ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും വിഷയം ഇത്രയും ധൈര്യം കാണിക്കുന്നുവെങ്കിൽ ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസ് പാർട്ടിക്ക് പങ്കുണ്ടെന്നാണ് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ വിശദമാക്കുന്നത്. ബലാത്സംഗ പരാതിയിൽ പരാതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ 3 തെളിവുകൾ കൂടിയാണ് മുദ്രവെച്ച കവറിൽ കോടതിയെ സമർപ്പിച്ചത്. ഫോട്ടോകൾ, വാട്സാപ്പ് ചാറ്റുകൾ, ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ്, ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് എന്നിവയാണ് സമർപ്പിച്ചത്. നേരത്തെ പെൺഡ്രൈവിൽ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത്. 2025-2026 മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ആദ്യത്തെ 15 ദിവസം ശബരിമലയിൽ ദേവസ്വം ബോർഡിന് ലഭിച്ച ആകെ വരുമാനം 92 കോടി രൂപ. കഴിഞ്ഞ സീസൺ ഇതേ സമയത്തെ അപേക്ഷിച്ച് 33.33% കൂടുതൽ. നവംബർ 30 വരെയുള്ള കണക്കാണിത്. വരുമാനത്തിന്റെ ഭൂരിഭാഗവും അരവണ വിൽപ്പനയിൽ നിന്നാണ്. 47 കോടി രൂപയാണ് അരവണയിൽ നിന്നുള്ള വരുമാനം. ശബരിമലയിൽ കേരള സദ്യ നൽകുന്നത് വൈകും. ഇന്നു മുതൽ സദ്യ നൽകാനായിരുന്നു തീരുമാനം. അന്നദാനത്തിലുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാകാത്താണ് സദ്യ നൽകാൻ വൈകാൻ കാരണം. നിയമപരമായ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുമുണ്ട്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ തീരുമാനം ഉണ്ടാവൂ. ഈ മാസം 5 നടക്കുന്ന ദേവസ്വം ബോർഡ് യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ED നോട്ടീസ് വരാറുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചതിനല്ല, പകരം സമാഹരിച്ച തുക ചെലവഴിച്ചതിലാണ് ED നോട്ടീസ് വന്നതെന്നും M ഗോവിന്ദൻ വ്യക്തമാക്കി. കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുന്നതിനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ നോട്ടീസ് വരുമ്പോൾ വേട്ടയാടലും CPMനെതിരെ വരുമ്പോൾ അങ്ങനെയല്ല എന്ന നിലപാടുമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ED നോട്ടീസിൽ വിശദീകരണമായി കിഫ്ബി CEO ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും കിഫ്ബി വിശദീകരണത്തിൽ CEO വ്യക്തമാക്കുന്നു. ED നോട്ടീസിലെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ലെന്നും കിഫ്ബി പറയുന്നു. RBI നിർദ്ദേശം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഏതുതരം പരിശോധനയ്ക്കും തയ്യാറാണെന്നും CEO വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ED നടപടികളിൽ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും കിഫ്ബി ആരോപിച്ചു. സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ട്രഷറി യന്ത്രങ്ങളിൽ ഇളവ് വരുത്തി മുഖ്യമന്ത്രിക്കായി പുതിയ കാർ വാങ്ങാൻ 1.10 കോടി രൂപ അനുവദിച്ചു. തുക അനുവദിച്ച ധനവകുപ്പിലെ ഇന്നലെ ധനോത്തരവിറക്കി. അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത്. നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന 2 വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങാനുള്ള അനുമതി. കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് KSEBയുടെ വക ആശ്വാസ വാർത്ത. ഡിസംബറിലെ കറണ്ട് ബില്ലിൽ ഇന്ധന സർചാർജ് ഗണ്യമായി കുറയുമെന്ന് KSEB അറിയിച്ചു. സെപ്റ്റംബർ നവംബർ കാലയളവിൽ യൂണിറ്റിൽ 10 പൈസ വരെ ഈടാക്കിയിരുന്ന സർചാർജ് കുറച്ചതായി KSEB അറിയിച്ചു.
ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം 5 ദിവസമാക്കുന്നതിന്റെ ഭാഗമായി സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് സർക്കാർ വെള്ളിയാഴ്ചയാണ് ചീഫ് സെക്രട്ടറി വിളിച്ച ഓൺലൈൻ യോഗം പ്രവൃത്തി ദിവസം 6 നിന്ന് 5 ആക്കണമെന്നാണ് ഭരണപരിഷ്കാര കമ്മീഷനും ശമ്പള കമ്മീഷനും ശുപാർശ ചെയ്തിരുന്നു. പകരം 1 മണിക്കൂർ ജോലി സമയം കൂട്ടണമെന്നാണ് നിർദ്ദേശം. 1 മണിക്കൂർ ജോലി കൂട്ടുന്നതിന്റെ സർവീസ് സംഘടനകൾ എതിർക്കുന്നില്ല. കേരളത്തിലെ രാജ്ഭവൻ ഇനി ഔദ്യോഗികമായി ലോക്ഭവൻ എന്ന പേരിൽ അറിയപ്പെടും. രാജ്ഭവൻ രാജ്യത്താകമാനം ലോക്ഭവനുകളായും ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്നിവാസുകൾ നിവാസുകളായും പുനർനാമകരണം ചെയ്യുന്നുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റം നടക്കുക. കേരളത്തിലെ SIRനെതിരെ സുപ്രീംകോടതിയിൽ വീണ്ടും ഹർജി. SDPI ആണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. SIR റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വോട്ടുകൾ ഒഴിവാക്കാൻ നീക്കമുള്ളതായും ഹർജിയിൽ ആരോപിക്കുന്നു. SDPI അധ്യക്ഷൻ CP അബ്ദുൽ ലത്തീഫാണ് ഹർജി നൽകിയത്. വഖഫ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി നീട്ടണമെന്ന അപേക്ഷകൾ ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഹർജിക്കാരോട് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് വ്യാജ മുൻഗണന റേഷൻ കാർഡ് അച്ചടിച്ച് വിതരണം ചെയ്യപ്പെട്ട സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വന്നേക്കും. ഭക്ഷ്യവകുപ്പിന്റെ ഓൺലൈൻ സംവിധാനമായ റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കടന്നുകയറി മുൻഗണനാ കാർഡുകൾ നിർമ്മിച്ച് വിതരണം ചെയ്ത കേസിൽ 2 പ്രതികളെ വഞ്ചിയൂർ പോലീസ് പിടികൂടിയെന്ന് സംഭവത്തിൽ ഭക്ഷ്യവകുപ്പ് ജീവനക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നടക്കം പരിശോധിക്കാനാണ് വിജിലൻസ് അന്വേഷണത്തിന് ഭക്ഷ്യവകുപ്പ് ശുപാർശ നൽകിയിരിക്കുന്നത്. മാസങ്ങളായി നടക്കുന്ന തട്ടിപ്പിൽ ഭീമാപ്പള്ളി, പൂന്തുറ എന്നിവിടങ്ങളിലായി 146 വ്യാജ മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യപ്പെട്ടത്. ഓരോ മുൻഗണനാ കാർഡിനും 2500 മുതൽ 3000 രൂപ വരെ ഈടാക്കിയായിരുന്നു തട്ടിപ്പ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭീമാപ്പള്ളി റേഷൻ കട ഉടമ സബദ് ഖാൻ, കമ്പ്യൂട്ടർ സെന്റർ ഉടമ ഹസീബ് ഖാൻ എന്നിവരെ കഴിഞ്ഞ ദിവസങ്ങളിലായി വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ട്രെയിനിലെ താൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ ആധാർ വെരിഫിക്കേഷൻ വേണമെന്ന പരിഷ്കാരം ഇന്ത്യൻ റെയിൽവേ അടുത്തിടെയാണ് കൊണ്ടുവന്നത്. ഇനി ആധാർ വെരിഫിക്കേഷൻ മാത്രം പോരാ, താൽക്കാൽ ടിക്കറ്റ് കിട്ടാൻ പുതിയ കടമ്പ കൂടി കടക്കണം. യാത്രക്കാരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയച്ച 1 ടൈം പാസ്വേഡ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകൂ. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ കോഴിക്കോട് MP MK രാഘവൻ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയ മറുപടിയിലാണ് അവ്യക്തത. കേരളം പദ്ധതിയിൽ ഒപ്പിട്ടെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പദ്ധതിയുടെ രൂപരേഖയും കേരളത്തിന്റെ പങ്കാളിത്തവും മാത്രമാണ് MPക്ക് നൽകിയ മറുപടിയിൽ വിശദീകരിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.